അപ്പം എൻ്റെ പേര് ജാഫർ സാദിഖ്. ജാഫർ എന്നാണ് എല്ലാവരും വിളിക്കാറ്. അപ്പോൾ ഞാൻ കൈപ്പൊങ്കലമാണ്, പുതിയ വീട്ടിൽ, കൊപ്രക്കളം. അതാണ് എൻ്റെ സ്ഥലം. തൃശ്ശൂർ ജില്ലയിൽ കൈപ്പൊങ്കലം പഞ്ചായത്തിൽ കൊപ്രക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടും താമസവും. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്നാലും ഇഷ്ടംപോലെ പണിയെടുക്കുകയും ചെയ്യും. അതിനകത്ത് റെസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പനിയൊക്കെ വരും. അപ്പോൾ പനിക്ക് വരുമ്പോൾ ഡോക്ടറൊന്നും പോയി കാണിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും പനി കഴിച്ച് അങ്ങനെയാണ്ട് മാറുള്ളൂ. കുറേ ഇടയ്ക്ക് പനി വരുമ്പോൾ ചിലപ്പോൾ ഒരു പാരണ്ടെണ്ണം കഴിക്കുമ്പോൾ അങ്ങനെ കുറച്ച് നീണ്ടു വന്നപ്പോൾ പിന്നെ എനിക്ക് പനി വന്നാൽ അത് മാറുന്നില്ല. ഞാൻ 2 എണ്ണം കഴിച്ചിട്ട് പോലും മാറുന്നില്ല. പിന്നെ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തൊക്കെ നീര് വന്ന് കളറ് മാറി മേലൊക്കെ തടിച്ച് നല്ല ഇതൊക്കെ ആയി വന്നേക്കണം. അപ്പോൾ എനിക്ക് ആ സംഗതി പ്രശ്നമായി. അപ്പോൾ ഞാൻ ഡോക്ടറെ ശരിക്കും പോയി. ഡോക്ടറെ പോയപ്പോൾ ഡോക്ടർ അതൊരു മോശമായിട്ടൊരു സിംറ്റമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ടൊന്നും കാണിക്കരുത്, എൻ്റെ അടുത്തൊന്നും വരരുത്, വേറെ ആൾക്കാരുടെ അടുത്തും പോകരുത്, കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അങ്ങനെ മൂപ്പര് പറഞ്ഞാലും അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ഡോക്ടർ 2 ദിവസം കിടന്നിട്ട് നമുക്ക് ബ്ലഡും മറ്റൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം നമുക്കൊന്ന്. അപ്പോൾ ശരി, അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്ത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് മൂപ്പര് അങ്ങനെ കുറച്ച് ടെസ്റ്റൊക്കെ പറഞ്ഞ് അപ്പോൾ ടെസ്റ്റൊക്കെ നടത്തി. അങ്ങനെ മൂപ്പര് എന്നോട് പറഞ്ഞ് എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ മറ്റേ ഞാനൊരു ലെറ്റർ തരാം, അങ്ങനെ അവിടെ പോയാൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞാൻ നിൽക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞ് വേണ്ട, ഒരു പ്രൊഫസറി നമുക്ക് ഞാൻ ലെറ്റർ തരാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കസിൻ വളാഞ്ചേരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂപ്പര് ഓർത്താണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടർ പ്രൊഫസറാണ്, ഡോക്ടർ. അപ്പം ഞാൻ നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് അങ്ങനെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ടെന്ന്. എൻ്റെ കസിനാണ്, ഞാൻ ആ ഡോക്ടറെ കസിനും കൂടിയാണ്. അങ്ങനെ മൂപ്പര് രാത്രി 9:30 ഞങ്ങൾ കോഴിക്കോട് എത്തിയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഓക്കെ, അപ്പം തന്നെ നോക്കി എന്നെ അഡ്മിറ്റ് ചെയ്തോളാം. അപ്പോൾ ജനറൽ വാർഡിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ അവിടെ കിടന്ന് 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മരുന്നൊന്നും തന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മരുന്ന് തരാമെന്ന് പറയും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ റൂം കിട്ടി. എൻ്റെ വേറെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റൂം കിട്ടിയപ്പോൾ മൂപ്പര് ഡോക്ടർ പറഞ്ഞ് ഞാൻ എന്തായാലും ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, 3 ദിവസം കഴിഞ്ഞില്ലേ, ഞാൻ മരുന്ന് തരാം, അത് എഫക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ രോഗം എന്താണെന്നൊക്കെ പഠിക്കണം. അങ്ങനെയും എനിക്ക് 2 ഇഞ്ചക്ഷനുകൾ തന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം വന്ന്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മ വിജയിച്ച്, ഇനി രോഗമല്ലേ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ രോഗം കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെക്കിങ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഓരോ ടെസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് കണ്ണിൻ്റെ അവിടുന്ന് എൻ്റെ സ്കിന്നിൻ്റെ കുറച്ചെടുത്തിട്ട് അങ്ങനെ ടെസ്റ്റ് നടത്തി. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് ഇത് നിങ്ങളിപ്പോൾ ഇത് വന്നത് നന്നായി അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ക്യാൻസറായിട്ട് മാറിപ്പോയാണെന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി അത് ആയിട്ടില്ല എന്ന് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ആ അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ മൂപ്പര് മരുന്നുമ്പോൾ എനിക്ക് പനിയൊക്കെ മാറി, ഭക്ഷണമൊക്കെ കഴിക്കാവുന്ന ഒരു ഇതിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എൻ്റെ 2 ബ്രദേഴ്സ് പറഞ്ഞ് എന്തായാലും ഇംഗ്ലീഷ് മെഡിസിൻ വേണ്ട, നമുക്ക് ആയുർവേദത്തിൽ പോകാം. അപ്പോൾ ഈ ഡോക്ടർ ഇതിന് മുമ്പ് വേറൊരു എൻ്റെ ഒരു കസിൻ വന്ന് അങ്ങനെ പരിചയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇത് നല്ല ഹോസ്പിറ്റലാണ്, അവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ റെക്കമെൻഡ് ഇതൊക്കെ ആയിട്ട് ഈ ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്ത ഡോക്ടർ കൊണ്ടുപോയ കസീനുണ്ടല്ലോ, അതുപോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് നല്ല ബന്ധമാണ്. നമ്മളെ ഫിർദൗസായിട്ട് നല്ല ബന്ധം. ഫിർദൗസോടെ മൂപ്പര ഫാദറുണ്ടായിരുന്ന സമയത്ത് ഫാദറായിട്ട് നല്ല കണക്ഷനായിരുന്നു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് നമുക്ക് നാളെ ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താം. അങ്ങനെ മൂപ്പര അഭിപ്രായത്തിൽ ഇവരെ കാണുകയും ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്. അങ്ങനെ 15 അപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഈ പനി ഇതൊക്കെ വന്നപ്പോൾ പിന്നെ ചൊറിച്ചിലൊക്കെ വന്നിരുന്നു.
അത് പിന്നെ അന്നത്തെ എൻ്റെ ഡോക്ടേഴ്സൊക്കെ കണ്ടു അതിനുള്ള മരുന്നൊക്കെ തന്നപ്പോൾ അതൊക്കെ ഇതായി. പിന്നെ ഈ ഡോക്ടറെ അടുത്ത് വന്ന് 15 ദിവസം എനിക്ക് മരുന്ന് നിന്ന് വീട്ടിൽ പോയി കിളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊന്നും സഹിക്കാൻ പറ്റണില്ല. അന്ന് കുറച്ച് വിന്തൽ കൂടുതൽ വരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നാടൻ കോഴി കഴിക്കാം, ഇടയ്ക്കത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ മദറെല്ലാം എനിക്ക് കോഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നെനിക്ക്. ശരിക്കും ശരീരം ചൂടായി തുടങ്ങി. അങ്ങനെ ആ തണുപ്പിൽ നിന്നൊരു വിമുക്ത വന്നു എനിക്ക്. അങ്ങനെ 5 ദിവസം മരുന്ന്. പക്ഷേ ഈ 5 ദിവസത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇനി ആ 5 ദിവസമൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വന്നിട്ട് അപ്പോൾ 15 ദിവസം എന്നെ അഡ്മിറ്റ് ചെയ്ത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ചൊറിച്ചിലങ്ങനെ എനിക്ക് മെയിനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ചൊറിച്ചിലൊക്കെ മാറി തുടങ്ങി. പിന്നെ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി എനിക്കൊരു വാശിയുണ്ടായിരുന്നു, ഈ രോഗം മാറ്റണം എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. എന്തായാലും എനിക്കത് മാറ്റിയേ പറ്റൂ. അതിന് എന്ത് ഇത് എടുക്കേണ്ടി വന്നാലും എടുക്കാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവർ നെയ്യ് കുടിപ്പിക്കുന്ന നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നിൽക്കൊന്നും കുടിക്കാൻ തോന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഇത് കാലം കൊണ്ട് ഞാൻ കുടിച്ച്. അപ്പോൾ ആദ്യം 2 ദിവസം കുടിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സാരെല്ലാം ഛർദ്ദിക്കാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെറുനാരങ്ങൊക്കെ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തരാം, അത് വെച്ചിട്ട് മണപ്പിച്ചാലും മറ്റൊക്കെ അങ്ങനെ പോകുന്നു പറഞ്ഞു. പിന്നെ എനിക്കങ്ങനെ ഛർദ്ദി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചിലപ്പോൾ ഛർദ്ദി വരുന്നത് ഈവനിങ്ങിലായിരിക്കും. അപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് 15 ദിവസം പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെയും 15 ദിവസം കിടന്ന് അങ്ങനെ ആ നെയ്യ് കഴിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് ആ ഛർദ്ദിക്കൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഛർദ്ദിക്കൽ കഴിഞ്ഞ് ഓക്കെ. പിന്നെ എനിക്ക് 2 ടൈപ്പ് മരുന്ന്, കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ 2 മരുന്ന് സ്ഥിരം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നിർത്തി, ഒരു മരുന്നാക്കി. അത് ലാസ്റ്റ് ഇപ്പോൾ ഒരു വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ അത് ഇനി കഴിക്കണം, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിക്കണം. പക്ഷെ അത് എനിക്ക് കഴിക്കണോടൊന്നും ബുദ്ധിമുട്ടോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കണം മരുന്നായിരുന്നു മൂപ്പർ പറഞ്ഞിട്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ സുമാര ഒരു ആസവവും പിന്നെ കറ്റാർവാഴയുടെ അതൊക്കെ കൂടി അവിടെ തേന് ഒരൗൺസ്. അപ്പം അങ്ങനെ അത് 3 ദിവസം കറുത്ത കുപ്പിയിൽ വെച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കുറേ നാൾ ഞാൻ കുടിച്ച്. പിന്നെ അതുണ്ടാക്കേണ്ടതൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഡോക്ടറോട് വെച്ച് ഇനി നിർത്തിക്കോട്ടെ പറഞ്ഞ്. എന്നാലും ഇടയ്ക്കൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ കഴിക്കാറൊന്നുമില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ മരുന്നിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കുറച്ച് നല്ല വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഇപ്പോൾ ഈ അവസ്ഥയിലായി. ഈ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞു, യാതൊരു പ്രശ്നവുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഒക്കെ കറക്റ്റാണ്, ഞാൻ പ്രശ്നമില്ല, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഇവിടെ വരുള്ളൂ, എന്താ അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പം എന്നാൽ ശരി, വേറെ വിശേഷമൊന്നുമില്ല.